ഇനി നമ്മൾ കായിക വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം ഇന്നലെ ഉണ്ടായി. സുബ്രതോ കപ്പ് അല്ലേ? യെസ്, സുബ്രതോ കപ്പിൽ കേരളത്തിന് കന്നി കിരീടം. കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 64 വർഷത്തെ സുബ്രതോ കപ്പ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് വേണ്ടി കിരീടം നേടിയത്. ഉത്തരാഖണ്ഡ് അമ്യൂണിറ്റി പബ്ലിക് സ്കൂളിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ കന്നി കിരീട നേട്ടം. യെസ്, എന്തായാലും ഈ ചാമ്പ്യന്മാർക്കൊപ്പം ഇപ്പോൾ സജു തോമസ് അല്ലെ, സജു ചേരുന്നുണ്ട് നമ്മുടെ കേരള ടീമിനൊപ്പം. നമ്മളെ അഭിമാനമുയർത്തിയ കേരള ടീമിനൊപ്പമാണ് സജു ഉള്ളത്. യെസ്, സജു, അഭിമാന താരങ്ങൾ സജുവിനൊപ്പം ഉണ്ട്. അവര് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് സജുവുമായി ആ സന്തോഷം പങ്കുവെക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത് സജു? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവള് രാവിലെ ഇവിടെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ അവരെ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് അവരെ കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്. എന്തായാലും വളരെ അഭിമാനവും സന്തോഷവും അവരുടെ മുഖത്തുണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മൾ എത്തിയപ്പോഴും ഉച്ചയ്ക്ക് നമ്മൾ ഇവരെ ആദ്യമായിട്ട് ഇവിടേക്ക് വരുമ്പോഴൊക്കെയും അവരുടെ മുഖത്ത് ആ ഒരു പ്രസരിപ്പുണ്ടായിരുന്നു. അത് ഇന്നലെ മാച്ചിന് ശേഷവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തായാലും കപ്പ് നേടുമെന്ന ആത്മവിശ്വാസം അധ്യാപകരുടെയും കോച്ചിന്റെയും ഓരോ കളിക്കാരുടെയും അവരുടെ മുഖത്ത് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതെന്തായാലും അവർ കേരളത്തിന് വേണ്ടി 64 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സുബ്രതോ കപ്പ് നമുക്ക് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കപ്പാണ് സുബ്രതോ കപ്പ്. അപ്പോൾ അത്തരത്തിൽ വലിയ നേട്ടമാണ് നമുക്ക് വേണ്ടി അവർ നേടിയിരിക്കുന്നത്. എന്തായാലും ഫറൂഖിലെ പിള്ളേര് അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമുക്ക് കപ്പ് അവർ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സാറുണ്ട്, ഫറൂഖ് സ്കൂളിലെ PT അധ്യാപകനാണ്, കായിക അധ്യാപകനാണ്. സാറേ, അപ്പം നമ്മുടെ ഒരു ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു, കാത്തിരിപ്പായിരുന്നു, അത് നമ്മൾ ഇന്നലെ നേടിയിരിക്കുകയാണ്. വളരെ സന്തോഷമായിരുന്നല്ലേ? ഏകദേശം ഇതിനു മുന്നേ 3 പ്രാവശ്യം സുബ്രതോ കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൽഹിയിലെത്തിയിരുന്നു. അതൊന്നും സാധിക്കാത്ത ഒരു വിജയമാണ് ഈ കുട്ടികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയ പ്രാക്ടീസ് ഇന്നലത്തെ ഗ്രൗണ്ടിൽ അവരുടെ അവസാനത്തെ വജ്രായുധങ്ങൾ പുറത്തെടുത്തുകൊണ്ട് കേരള ടീമിനെ ജയിപ്പിച്ചു. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ജയിപ്പിച്ചു. എന്തായാലും ഇതാണ് നമ്മുടെ കോച്ച്, ടീമിന്റെ കോച്ച്, നമ്മുടെ നെടുന്തൂടാണ്ട് നിന്ന മാഷാണ് സുനീർ മാഷ്. ഇന്നലെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് നമ്മൾ അടിച്ച് കസർ ചെയ്തല്ലേ? അതെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മളെക്കാരെയും അവർ ഫിസിക്കലി സ്ട്രോങ് ആയ ടീമാണ്. നമ്മളതിനെ ഓവർകം ചെയ്യാനുള്ള ടാക്ടിക്സ് മെനയുന്നു. നമ്മളെന്താണോ ടാക്ടിക്സ് പ്ലാൻ ചെയ്തത് അത് നമ്മളെ കുട്ടികൾ എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ടാണെന്ന് കണ്ടത്. അപ്പോൾ അതിൽ കേരളം മൊത്തം സന്തോഷത്തിലാണ്. ഇവർക്ക് നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ വിജയം അറിഞ്ഞ് ഗോകുലത്തിന്റെ പ്രസിഡന്റ് നമ്മൾ അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ വിളിക്കുകയും എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഓഫർ ചെയ്യുകയും കുട്ടികളെല്ലാവരും ഹാപ്പിയിലാണ്. അപ്പോൾ ഗോകുലത്തിന്റെ ഭാഗത്തു നിന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും രക്ഷിതാക്കളും എല്ലാവരും ഹാപ്പിയാണ്. ഇവരെ ഗോകുലത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിലും സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിലും. ഗോകുലം ഈ ഒരു വിജയം എൻജോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്കൂളും. സൈഫുദ്ദീൻ ജിൽസി, നമ്മുടെ താരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ നമ്മുടെ ടീം അംഗങ്ങളാണ്, നമ്മുടെ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ താരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അവരോടും കൂടെ ചോദിക്കാൻ വിശേഷങ്ങൾ. ഇന്നലത്തെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം ആത്മവിശ്വാസം ഇന്നലെ കളിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായതാണ്. അപ്പൊ അത് വീണ്ടെടുക്കാനായിട്ടുണ്ട് എന്ന് തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ടീമിന് വേണ്ടി നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് വർക്ക് ചെയ്തു. എല്ലാവരും 100% ഇട്ടിട്ടാണ് കളിച്ചത്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ടീമിന് നല്ല റിസൾട്ട് ഉണ്ടായി. ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, ഏറ്റവും പഴക്കേറിയ കപ്പാണ് ഈ സുബ്രതോ കപ്പ്. കേരളത്തിന് ഇതുവരെ അത് ലഭിച്ചിട്ടുണ്ടാകുന്നില്ല. 64 കൊല്ലമായിട്ട് ഇപ്പോൾ കേരളത്തിന് വേണ്ടി കപ്പടിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ടീമിന് വേണ്ടി നന്നായി പെർഫോം ചെയ്തു. എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ കപ്പ് കൊണ്ടാൻ സാധിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഇന്നലത്തെ മാച്ചിലെ ബെസ്റ്റ് പ്ലെയർ ആദികൃഷ്ണയാണ്. ആദികൃഷ്ണൻ നമുക്ക് വേണ്ടി ഇന്നലെ 1 ഗോൾ നേടി. 2 ഗോളാണ് അടിച്ചതിൽ 1 ഗോൾ സംഭാവന ചെയ്ത ആദികൃഷ്ണൻ. അപ്പോൾ ആദികൃഷ്ണൻ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു കളിയിൽ ഗോളടിക്കാൻ പറ്റി. ഫൈനലി ടീമിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാവരും നല്ല വർക്ക് ചെയ്തായിരുന്നു, ടീം വർക്കായിരുന്നു. കോച്ച് വളരെയധികം നന്ദിയുണ്ട് കോച്ചിനോട്. കോച്ചിൻ്റെ ടാക്ടിക്സ് വർക്കായി. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഗോകുലത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം സപ്പോർട്ടായിരുന്നു. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരും വളരെ സപ്പോർട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫിസിയോ, PT സാർ എല്ലാവരും വളരെ സപ്പോർട്ടാണ്. എങ്ങനെയുണ്ട് സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഗോകുലത്തിന്റെ ഭാഗത്തുനിന്നും മറ്റു ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു. ഗോകുലത്തിന്റെ ഭാഗത്തുനിന്നും സ്കൂളിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജയിക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് PT സാർമാർ, കോച്ചും ഫിസിയോ നോവൽ സാറും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ജയിക്കാൻ പറ്റിയത്. ഇന്നലെ ഇതൊക്കെ ഉമ്മയും വാപ്പയൊക്കെ വിളിച്ച് പറഞ്ഞു, കൂട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു? പിന്നല്ലാതെ എല്ലാവരും നാട്ടിൽ അപ്പം തന്നെ അറിഞ്ഞു.
ഫുള്ള് അവരെന്ത് പറഞ്ഞു, വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? സന്തോഷം സന്തോഷമുണ്ട് പറഞ്ഞു, പിന്നെ കുറെ കൺഗ്രാചുലേഷൻ പറഞ്ഞു. അങ്ങനെ ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ കേരളത്തിന് ഇങ്ങനെ ഒരു കപ്പ് ഇല്ലല്ലോ, അപ്പൊ ഞങ്ങളാണ് ആദ്യമായിട്ട് അടിക്കണത്. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷവും ആവശ്യവും എല്ലാവരും സന്തോഷമുണ്ട്. അത് ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ് ഇനിയിപ്പോ മുന്നോട്ടുള്ള മാച്ചുകളും? ഇനി ഇതോടുകൂടി ഞങ്ങളിത് കഴിയണില്ല. ഇത് ജസ്റ്റ് ഞങ്ങളെ കരിയറിൽ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇത് ഞങ്ങൾ അടിച്ചു, അത് ഇനി തലയിൽ കയറ്റി വെക്കാനുള്ളതല്ല. ഇത് നമുക്ക് ഇത് നല്ലൊരു ജീവിതത്തിലെ അച്ചീവ്മെന്റ് ആണ്. ഇനി ഇതിന്റെ ആ ഒരു കോൺഫിഡൻസോട് കൂടി ഇനി മുന്നോട്ട് ഇതേപോലെ തന്നെ ഇതേ വർക്കിൽ പോകണമെന്നാണ് ആഗ്രഹം. എന്തായാലും സൈഫുദ്ദീൻ ജിൽസി, എന്തായാലും ഇത് അവർക്കൊരു ചവിട്ടുപൊടി മാത്രമാണ്. ഈ അച്ചീവ്മെന്റ് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു പ്രചോദനമാണ്. എന്തായാലും കേരളത്തിന്റെ അഭിമാനം കാത്ത നമ്മുടെ ടീം അംഗങ്ങൾ എന്തായാലും ഡൽഹിയിലുണ്ട്. അവർ ഇന്നാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ് നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് അവർ ഇവിടെ ഉള്ളത്. എന്തായാലും ഇനിയും ഇതുപോലെയുള്ള മാച്ചുകളിൽ വിജയം കൈവരിക്കാനാകുമെന്ന ഏറെ പ്രതീക്ഷയിലാണ് ടീം അംഗങ്ങൾ.